അതൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായി തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഭൂമി തൊടാതൊരു വരവുണ്ട്. ആ വരവിൽ അവൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർ മാത്രമാണ് എടുക്കപ്പെടുക. ഹല്ലേലൂയ. അവൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ളവർ, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അവൻ്റെ ശബ്ദം, ഗംഭീര നാദം കേൾക്കുമ്പോൾ അവൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ളവരിലേക്ക് ആ നാദം ഒരു സിഗ്നൽ പോലെ, നമ്മൾ പവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന TV-യിൽ സ്തോത്രം റിമോട്ട് ചെക്കുമ്പോൾ പെട്ടെന്ന് അത് ഓണാകും, ഒരു സിഗ്നൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പവർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, കറണ്ട് ഇല്ലെങ്കിൽ, ഇൻവെർട്ടറും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എത്ര ഞെക്കിയാലും TV ഓണാകത്തില്ല എന്നതുപോലെ ഈ പവർ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിമിഷം മുതലുള്ള നമ്മുടെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ പവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പവർ ഒരിക്കലും കെടുത്തരുത്. ഈ യോഗങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആ പവർ നഷ്ടപ്പെട്ടവരും മങ്ങിപ്പോയവരും ആ പവറിലേക്ക് മടങ്ങി വരേണ്ടതിന്, അനുസരണത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടതിന്, ദൈവവചനത്തിന്റെ പത്യോപദേശത്തിന്റെ വെളിപ്പാടുകൾ മറച്ചു വെക്കാതെ പ്രസ്താവിക്കുക എന്നതാണ് ഈ സ്തോത്രം ശുശ്രൂഷകളുടെ ഉദ്ദേശം. ഈ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ശുശ്രൂഷകളാണ്. എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിലും, എത്ര മനോഹരമായ പാക്കേജാണ് അവിടുത്തെ പാക്കേജെങ്കിലും, അവിടെ കിടക്കുമ്പോൾ ഇഞ്ചക്ഷൻ ഉണ്ട്, അവിടെ കിടക്കുമ്പോൾ കത്തി കൊണ്ട് നടത്തുന്ന ശസ്ത്രക്രിയയുണ്ട്, അവിടെ കിടക്കുമ്പോൾ കൈപ്പുള്ള മരുന്ന് കഴിക്കുന്ന പരിപാടിയുണ്ട്. അത്തരമൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിനകത്തെന്ന പോലെയാണ് ഈ അന്തരീക്ഷത്തിലേക്ക് വ്യക്തികൾ കടന്നു വരുന്നത്. ഇവിടെ നിന്നെ ശുശ്രൂഷിക്കുകയാണ്. കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത മണവാട്ടിയായി ഒരുക്കേണ്ടത്. കറ ഇന്നത്, സ്തോത്രം, വാട്ടം ഇന്നത്, ചുളുക്കം ഇന്നത്, മാലിന്യം ഇന്നത് എന്ന് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച് ദൈവത്തിനുള്ള ഓഹരിയെ ഒരുക്കാനും, ഇതുവരെ ഈ പെട്ടകത്തിനകത്തോട്ട് കയറിയിട്ടില്ലാത്തവരെ ഈ പെട്ടകത്തിലേക്ക് കയറുവാൻ ഉത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇനി അധിക കാലം ഒന്നും ആർക്കും ഇത്തരം പ്രവൃത്തികൾ ഇവിടെ ചെയ്യാനാവില്ല. ദൈവവചനം ഇല്ലാതെ പോകുന്ന, അതിൻ്റെ വെളിപ്പാടുകൾ അന്യം നിന്ന് പോകുന്ന, അത് പ്രസ്താവിക്കാൻ അനുവാദമില്ലാതെ പോകുന്ന ഒരു കാലം വരുന്നുണ്ട്. അത് പ്രസ്താവിക്കാൻ അനുവാദമില്ലാതെ പോകുന്ന കാലം മാത്രമല്ല വരാൻ പോകുന്നത്, അത് പ്രസ്താവിച്ചു കൊണ്ടിരുന്നവരൊക്കെ തെരുവോരങ്ങളിൽ സഞ്ചരിച്ച് ക്ഷീണിച്ച് വേർത്തൊലിച്ച് ദൈവവചനം സംസാരിച്ചവർ, വളരെ കഷ്ടപ്പെട്ട് സ്തോത്രം കഠിനാധ്വാനം ചെയ്ത് ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി മുതൽ മുടക്കി വേദികൾ ഉണ്ടാക്കിയവർ, ദൈവജനത്തെ കറയും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ലാത്ത മണവാട്ടിയായി ഒരുക്കിയെടുക്കുവാൻ അഹോരാത്രം അധ്വാനിച്ചവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി പോവുകയാണ്. വചനം അറിയാവുന്നവരൊക്കെ മാറിപ്പോകാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് സ്തോത്രം, നാഥനില്ലാത്തൊരു കാലം ലോകത്തിന് വരികയാണ്. അന്ന് സാത്താനായി ഇതിൻ്റെ അധിനായകനായി നിൽക്കുന്നത് 7 വർഷത്തേക്ക്. സ്തോത്രം. ഇനി നമുക്ക് ഈ 7 വർഷത്തിനൊടുവിലുള്ള ഹർമഗദോൻ യുദ്ധത്തിൽ, ആ യുദ്ധത്തിൽ മുഴു നായകത്വവും കർത്താവിനാ. ഒറ്റയാളെ പോലും കർത്താവ് കൂട്ടുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് തല്ലണമെന്നുള്ള നിലപാടാണ് കർത്താവിൻ്റെ നിലപാട്. സ്തോത്രം. അങ്ങനെ ഒറ്റയ്ക്ക് അടിച്ചു തകർക്കാൻ അവർ ഇറങ്ങി വരുന്നതിന് മുൻപ് നടക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ 19-ാം അധ്യായത്തിൽ വായിച്ച ഭാഗം മാറ്റിവെക്കാതെ അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. സ്തോത്രം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും. ഇത് വെളിപ്പാട് പുസ്തകം ആയതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവൻ. അതുകൊണ്ട് വാക്യങ്ങളൊന്നും ഞാൻ ഒതുക്കാതെ പരമാവധി വാക്യങ്ങൾ വായിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ച് തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. മതി. ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മേലുള്ള ന്യായവിധിയുടെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ചരിത്രവൃത്താന്തങ്ങൾ കിടക്കുന്നത് ഈ ന്യായവിധി കഴിഞ്ഞിട്ട് വേറെ 2 കാര്യങ്ങളും കൂടെ കഴിഞ്ഞിട്ടാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
കർത്താവ് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ സഭയെ ചേർക്കാനുള്ള വരവല്ല അതെന്ന് ആവർത്തിച്ച് നമ്മൾ ഓർത്തിരിക്കണം. സഭയെ ചേർത്ത ശേഷമുള്ള വരവാ. സഭ അവൻ്റെ കൂടെയാ വരുന്നേ. അതൊക്കെ വിശദീകരിക്കാം കർത്താവ് അനുവദിച്ചാൽ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ഇത് ആരാണെന്ന് അറിയണമെങ്കിൽ 17-ാം അധ്യായം, അപ്പോൾ ആ വേദഭാഗം മാറ്റാതെ 19-ാം അധ്യായം മാറ്റാതെ നമ്മൾ 17-ാം അധ്യായത്തിലേക്ക് വരാം. ഇതിപ്പോൾ ഇന്ന് രാത്രി തീരത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്കത് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് രാത്രി എനിക്കൊരു കടമുണ്ട്. ഇന്നലെ നഷ്ടപ്പെട്ട സമയം നിങ്ങൾക്ക് തിരിച്ചു തരണം. ആ കടവും കൂടെ വീട്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. വായിക്കാം. സ്തോത്രം. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് 17-ാം അധ്യായം വെളിപ്പാട് പുസ്തകം. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക വരിക ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. ഈ ന്യായവിധി കണ്ടതുകൊണ്ടാണ് 19-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ മഹാഘോഷമുണ്ടായത്. ഇനി ശ്രദ്ധിക്കേണ്ട 2 കാര്യം. വെളിപ്പാട് പുസ്തകം 17-ഉം 18-ഉം അധ്യായം ഓടിച്ചു വായിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇത് ബാബിലോൺ എന്ന നഗരത്തിൻ്റെ ന്യായവിധി 2 അധ്യായങ്ങളിൽ കിടക്കുന്നു എന്നാണ്. എന്നാൽ അങ്ങനല്ല. 2-ാമത്തെ അധ്യായത്തിൽ, അതായത് 18-ാം അധ്യായത്തിൽ കിടക്കുന്നത് ബാബിലോൺ എന്ന നഗരത്തിൻ്റെ ന്യായവിധിയാണ്. ഇപ്പോൾ ബാബിലോൺ തകർന്നു പോയല്ലോ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ആ പഴയ ബാബിലോൺ പുതുക്കി പണിയാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പഴയ ബാബിലോണിലെ ക്ഷേത്രങ്ങൾ, പഴയ ബാബിലോണിൻ്റേതായിട്ട് അവിടെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള കൽഫലകങ്ങൾ, അതിലൊക്കെ സദ്ദാം ഹുസൈൻ ഒരു ഫലകത്തിൽ എഴുതി വെച്ചു, യെസ്, ഞാൻ സദ്ദാം ഹുസൈൻ അഖില ലോക അറബ് എമിറേറ്റ്സിൻ്റെ അറബ് വംശജരുടെ അനിഷേധ്യ ചക്രവർത്തി എന്ന് അദ്ദേഹം എഴുതി വെച്ചു. കാരണം എന്താണെന്നറിയാമോ? അവിടുന്ന് വേറൊരു കല്ല് ഗവേഷണത്തിൽ കിട്ടിയിരുന്നു. ആ കല്ലിൽ നെബുക്കദ്നേസർ എഴുതി വെച്ചിരുന്നു, ഞാൻ നെബുക്കദ്നേസർ അഖില ലോകത്തിൻ്റെയും മനുഷ്യേധ്യനായ ചക്രവർത്തി. അപ്പം നെബുക്കദ്നേസർക്ക് തുല്യം ലോകത്തെ ഭരിക്കാനുള്ളവനാണ് ഞാൻ അൽ മഹദിയാണ്, ഞാൻ മിഡിൽ ഈസ്റ്റ് കീഴ്പ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേ കോലാഹലങ്ങളൊക്കെ നടത്തി. പക്ഷേ ഓർക്കാപ്പുറത്ത് അദ്ദേഹം തീർന്നുപോയി. സമയത്തിന് മുമ്പേ അന്ത്യം വരികയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവവചനത്തിൽ പ്രാവചനിക ഭാഷയിൽ വളരെ കറക്റ്റായിട്ട് വരാനുള്ള കാലത്തിൻ്റെ അടയാളങ്ങളും സംഭവിച്ചു തീരേണ്ട കാര്യങ്ങളും അന്ത്യത്തിന് മുൻപ് സംഭവിക്കേണ്ട കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്ത്യത്തിന് മുൻപ് സംഭവിക്കേണ്ട സകല കാര്യങ്ങളും സംഭവിച്ചിട്ടേ അന്ത്യം സംഭവിക്കുകയുള്ളൂ. നെബുക്കദ്നേസർ എന്താ ചെയ്തേ? താനൊരു കൊട്ടാരം, ഒരു കോട്ട, ഒരു പ്രത്യേക ദേശം മുഴുവൻ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. ചാൾസ് ഡെയർ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ്റെ ഗവേഷണ ഗ്രന്ഥത്തിൽ ആ ടൗൺഷിപ്പിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പുരാതന ബാബിലോണിലെ കോട്ട പോലെ ഒരു സംഗതി. അദ്ദേഹം അത്രയൊന്നും വരത്തില്ലെങ്കിലും ഏതാണ്ട് അതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലൊരു സംവിധാനം, അതിനകത്ത് ക്ഷേത്രങ്ങൾ ഒക്കെ തയ്യാറാക്കി നെബുക്കദ്നേസറിൻ്റെ ഭരണത്തിൻ്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം വളരെ പ്രയത്നം കഴിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് പുരാതന ബാബിലോൺ തകർന്നു പോയെങ്കിലും വചനം എന്താ പറയുന്നത്? ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ ബാബിലോൺ വീണുപോയി എന്നാണ് പറയുന്നത്. എബ്രായ ഭാഷയുടെ വ്യാകരണ പ്രകാരം ഒരു കാര്യം 2 പ്രാവശ്യം പറയുമ്പോൾ അത് 2 പ്രാവശ്യം, കവിതയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം പറയാം. എന്നാൽ ഭാഷാ ഗ്രാമർ അനുസരിച്ച് ഒരു കാര്യം 2 പ്രാവശ്യം പറയുമ്പോൾ 2 പ്രാവശ്യം അത് നടക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ബാബിലോൺ പട്ടണം തകർന്നുപോയി, ആ തകർക്കപ്പെട്ടു പോയ ബാബിലോൺ പട്ടണം വീണ്ടും പണിയപ്പെട്ടിട്ട് അത് പിന്നീട് ഒന്നുകൂടെ തകർക്കപ്പെടും. വേദശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകൂടം വരുമ്പോൾ അവൻ്റെ ഭരണസിരാ കേന്ദ്രമായിട്ട് ഇറാഖിലുള്ള ഈ സ്തോത്രം പട്ടണത്തെ പിന്നെയും പുനരുദ്ധരിച്ച് ഉപയോഗിക്കും എന്നാണ് വേദശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഈ സാത്താൻ്റെ ഭരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭൂമിയിലുള്ള സാത്താൻ സേവകരായിട്ടുള്ള മനുഷ്യർ
അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന 24,000-ഓളം സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പഴയ ബാബിലോണും പുരാതന സുമേരിയുമൊക്കെയായി ബന്ധപ്പെട്ട് സാത്താനുമായി ബന്ധപ്പെട്ട പേരുകൾ, ആ സ്ഥലങ്ങൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടാണ്, സാത്താൻ അവകാശം പിടിച്ചിരുന്ന സ്ഥലങ്ങൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് അതിൻ്റെ പുനരാവിഷ്കാരത്തിലേക്കാണ് അവർ ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തിൻ്റെ സ്തോത്രം അസ്ഥിപഞ്ജരം തയ്യാറാക്കി കഴിഞ്ഞു. അത് ഏത് നിമിഷത്തിൽ വേണമെങ്കിലും അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരാം. എല്ലാ കോർഡിനേഷൻസും നടന്നിരിക്കുന്നു. ഒറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് അവൻ അധികാരത്തിൽ വരാം. എന്നാൽ അവനെ തടഞ്ഞുകൊണ്ട് വ്യാപരിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവായി ആ ദൈവം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ അങ്ങോട്ട് കയറാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം വ്യാപരിക്കുന്നത്? ദൈവത്തിന് വളരെ വിലപ്പെട്ട ഒരു ഓഹരി ഭൂമിയിൽ കിടപ്പുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയായ ഒരു ഓഹരി ഭൂമിയിൽ കിടപ്പുണ്ട്. ആ ഓഹരിക്ക് വേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്റെ ദൈവമേ, നിന്റെ കുറുമ്പ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. അത് ആത്മാവിൽ ദൈവം തന്റെ ഭക്തന്മാരിലൂടെ പഴയ നിയമത്തിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാ. ആ പ്രാർത്ഥന സ്വർഗത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് അധർമ്മത്തെ തടസ്സം ചെയ്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ലോകത്ത് വ്യാപരിക്കുന്നത്. ഈ പന്തലിലും അതേ ആത്മാവ് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് മാറും. പ്രൈസ് ദി ലോർഡ്. എബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനു വേണ്ടി ഒരു വധുവിനെ ഒരുക്കിക്കൊണ്ട് വരുന്ന എബ്രഹാമിൻ്റെ ദാസൻ ആ ഇസഹാക്കിൻ്റെ പക്കലേക്ക്, അവൻ്റെ കൈകളിലേക്ക്, അവൻ്റെ ചാരത്തേക്ക് ഈ സ്തോത്രം വധുവിനെ കൊണ്ടുപോയി എത്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവാം ദൈവം ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹാദൗത്യം, ദൈവപുത്രൻ്റെ മണവാട്ടിയെ യാതൊരു കേടും വരാതെ, യാതൊരു പോരായ്മയും വരാതെ, യാതൊരു കറയുമില്ലാതെ അങ്ങ് എത്തിക്കുക എന്നുള്ളതാണ്. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ദൈവഭൃത്യന്മാർക്കകത്തുകൂടെയാണെന്ന് നമ്മൾ അറിയണം. അഭിഷിക്തന്മാരുടെ നാവിലൂടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവര് ശാസിച്ചും ബന്ധിച്ചും ബന്ധനമഴിച്ചും ദൈവത്തിന്റെ ശക്തി പ്രയോഗിക്കുമ്പോൾ, അധികാരം പ്രയോഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയാണ്. ആ ശക്തിക്ക് മുൻപിൽ ദൈവജനം കീഴടങ്ങണം. ആ അധികാരത്തിന് മുൻപിൽ ദൈവജനം കീഴടങ്ങണം. കാരണം അവർ തങ്ങളുടെ സ്വന്തത്തിൽ നിന്നല്ല അതെടുത്ത് പ്രയോഗിക്കുന്നത്, സ്വർഗീയ അധികാരത്തിൽ നിന്നാണ്. ആ കീഴടങ്ങലിന്റെ മനോഭാവമില്ലാത്തവർ ഇവിടെ തള്ളപ്പെട്ടു പോകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം നിത്യജീവനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുസരണ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.